ഹൈ ഡിയേഴ്സ്, ഇപ്പോൾ നമ്മൾ ഏറ്റവും സിമ്പിളായി ഇംഗ്ലീഷ് പഠിക്കാനുള്ള ചില ട്രിക്സുകളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. കഴിഞ്ഞ 10 ദിവസത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സും 15 ഡേയ്സ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സും ഒക്കെ നിങ്ങൾ ഏറ്റെടുത്ത് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ A to Z, അതായത് ഇംഗ്ലീഷിൽ A ലെറ്റർ മുതൽ Z വരെയുള്ള കാര്യങ്ങൾ, അതായത് മൊത്തത്തിൽ ഒരു ഗ്രാമർ ഉൾപ്പെടെ, എന്നാൽ ഗ്രാമർ എന്ന റൂളുകൾ എടുത്തു പറയാത്ത വിധത്തിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ വളരെയധികം ഉപയോഗപ്പെടുന്ന രീതിയിലുള്ളൊരു ക്ലാസ്സാണ് ഇന്ന് മുതൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നത്തെയും പോലെ ഇന്നും ഞാൻ എക്സസൈസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ എക്സസൈസുകൾ മറക്കാതെ ചെയ്യുക, കമൻറ്റുകളായി ടൈപ്പ് ചെയ്യുക. ഏറ്റവും കൂടുതലായി നിങ്ങൾ പറഞ്ഞു പരിശീലിക്കുവാൻ ശ്രമിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിലിട്ട ദൈനംദിന വാക്യങ്ങൾ കൂടി മനസ്സിലാക്കി സംസാരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്കിനി ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ ABCD എന്ന് പറയുമ്പോൾ എ എന്ന അക്ഷരം മാത്രം നമുക്ക് എടുത്തുകൊണ്ട് നമുക്കൊന്ന് സംസാരിക്കാം. ഓക്കെ, എ എന്നാൽ ഇംഗ്ലീഷിൽ ഒന്ന് അല്ലെങ്കിൽ ഒരു എന്ന ഒരർത്ഥമുണ്ട് ഇംഗ്ലീഷിൽ എ. ഓക്കെ, എ കാർ, ഒരു കാർ. എ ടീച്ചർ, ഒരു അധ്യാപകൻ. എ ബുക്ക്, ഒരു ബുക്ക്. എ മാൻ, ഒരു മനുഷ്യൻ. അപ്പം ഇങ്ങനെ എ എന്ന അക്ഷരത്തിന് തന്നെ ഇംഗ്ലീഷിൽ അർത്ഥമുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും ചെറിയ കാര്യം മുതൽ നമുക്ക് തുടങ്ങാം. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റും ഒന്ന് നോക്കൂ. നിങ്ങളുടെ റൂമിന് ചുറ്റും, നിങ്ങളുടെ റൂമിനകത്ത് ചുറ്റും ഒന്ന് നോക്കൂ. നിങ്ങൾക്ക് കാണാം ഒരു ടേബിൾ. ഇപ്പോൾ എൻ്റെ റൂമിലാണെങ്കിൽ 2 ടേബിളുണ്ട്, ഒരു ബെഡ്, ഒരു അൽമര, ദെൻ 2-3 പില്ലോസ്, ബുക്സ്, ടെക്സ്റ്റ്, അങ്ങനെ ധാരാളം സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റും അല്ലേ. നിങ്ങളുടെ ചുറ്റും ഇതുപോലെ തന്നെ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഈ ഒരു സാധനങ്ങൾ ഓരോന്നിനും ഞാനിപ്പോൾ ഓരോ പേരാണ് പറഞ്ഞതല്ലേ. ബുക്ക്, പേന, ദെൻ പെൻസിൽ, ടെക്സ്റ്റ്, ദെൻ ബെഡ്, അൽമര ഒക്കെ പറഞ്ഞില്ലേ. അപ്പം ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുക ഇതെല്ലാം ഓരോ പേരാണല്ലേ, നെയിമാണല്ലേ. ഇങ്ങനെ നെയിം പറയുന്നതിന് ഇംഗ്ലീഷിൽ മറ്റൊരു പേര് പറയുന്നുണ്ട്, നൗൺ. എന്താണ് നൗൺ? നൗൺ എന്ന് പറയുമ്പോൾ എ നെയിമിങ് വേർഡാണ്, ഒരു പേരായ വാക്ക്. അപ്പോൾ ഇംഗ്ലീഷിൽ നൗൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു പേരാണ്. ഏതൊരു വസ്തുവിൻ്റെയും അല്ലെങ്കിൽ ഒരാളുടെയോ സ്ഥലത്തിൻ്റെയോ മൃഗത്തിൻ്റെയോ എന്തിൻ്റെ പേരായാലും അതിനെ നമുക്ക് എന്തു പറയാം? നൗൺ എന്ന് പറയാം. ഓക്കെ, അപ്പം നൗൺ ഈസ് എ നെയിമിങ് വേർഡ്. ഇറ്റ് ഈസ് ദ നെയിം ഓഫ് എനിത്തിങ്. എന്ത് സാധനങ്ങൾക്കും നമുക്ക് എന്ത് പറയാം? നൗൺ എന്ന് പറയാം. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ബേസിക് ആയിട്ടുള്ള തുടക്കക്കാർ പോലും ഗ്രാമർ കൂടി മനസ്സിലാക്കിക്കൊണ്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു ഭാഗം, അതായത് നൗൺ എന്ന ഭാഗം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയും, നമുക്ക് അങ്ങനെയൊന്നും പോകണ്ട. നമുക്ക് ഈ നൗൺ എന്ന ഭാഗത്തിലൂടെ ഒന്ന് കടന്നു പോകാം. ഓക്കെ, അപ്പോൾ ഏത് കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് പറയാം, ഫാത്തിമ, എസീന, ജെയിൻ, തോമസ്, രാജു, ലീല, അതുപോലെ നമുക്ക് കോഴിക്കോട്, കരുനാഗപ്പള്ളി, ദെൻ തൃശ്ശൂർ, ദെൻ ഇങ്ങനെ ചെറിയ ചെറിയ സ്ഥലങ്ങളുടെ പേരാകാം, മനുഷ്യൻ്റെ പേരാകാം, അതുപോലെ തന്നെ കുക്കു, ദെൻ മാൻ, ഇങ്ങനെ ഓരോന്നിനെയും ഏതിന് വേണമെങ്കിലും നമുക്ക് എന്തായിട്ട് പറയാം? നൗൺ എന്ന് പറയാം. അപ്പോൾ മനസ്സിലായല്ലോ, നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നൗൺ ഈസ് എ നെയിമിങ് വേർഡ്. അപ്പോൾ ഏത് സാധാരണക്കാരായ കൊച്ചു കുട്ടികളോട് പോലും നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഇംഗ്ലീഷ് സംസാരിച്ചാൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പറഞ്ഞു കൊടുത്താൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പം ഞാൻ ഈ പറഞ്ഞ നെയിമിൻ്റെ ഒക്കെ കൂടെ എ ഒന്ന് ആഡ് ചെയ്ത് നോക്കൂ. എ കാർ, എ ടേബിൾ, എ ബുക്ക്, എ ടെക്സ്റ്റ്, എ വെച്ചിട്ട് ഇതെല്ലാം ഒരു എന്നാണ് വരുന്നത്. എന്നാൽ അതിനോടൊപ്പം ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. ഇപ്പം നിങ്ങൾ എ ആപ്പിൾ എന്നെങ്ങും കേട്ട് കാണില്ല അല്ലേ. അതിന് ആൻ ആപ്പിൾ എന്നാണ് പറയുന്നത്. അതായത് എയ്ക്ക് പകരമായിട്ട് നമുക്ക് പറയാവുന്ന മറ്റൊരു ഒരു എന്നർത്ഥമുള്ള വേർഡാണ് ആൻ. ആൻ. അപ്പോൾ ഈ എ എന്ന അതേ അർത്ഥമാണെങ്കിൽ പോലും
എ ഇ ഐ ഒ യു എന്ന വവ്വൽ സൗണ്ടുകൾ, വവ്വൽ ലെറ്റേഴ്സ് അല്ലെങ്കിൽ വവ്വലായിട്ടുള്ള അക്ഷരങ്ങളല്ല. അതായത് നമ്മൾ മലയാളത്തിലാണെങ്കിൽ സ്വരാക്ഷരങ്ങൾ എന്ന് പറയില്ലേ, അപ്പോൾ സ്വരാക്ഷരങ്ങളല്ല, സ്വരശബ്ദങ്ങളുടെ മുന്നിൽ ആനാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഈ നൗൺ പറയുന്നതിനിടയ്ക്ക് ഞാൻ അതുകൂടി പറഞ്ഞ് നിങ്ങൾ മിക്സ് ചെയ്ത് തന്നെ ഇംഗ്ലീഷ് പറഞ്ഞ് പഠിച്ചു പോകുന്നതാണ് നല്ലത്. അതായത് ഒരു റൂള് തന്നെ പഠിച്ചു പോയാൽ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും അത് പഠിക്കാൻ. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് ഇപ്പം അൽമറ ഞാൻ പറഞ്ഞു, ഇവിടെ അൽമറ അല്ല, ആൻ അൽമറ, ആൻ ആപ്പിൾ, ആൻ ഓറഞ്ച്, ആൻ എഗ്. എന്നാൽ ഇവിടെ നമ്മൾ എ ഇ ഐ ഒ യു അക്ഷരങ്ങൾ വരും. ഇപ്പം യൂറോപ്യൻ എന്ന് പറയാണ്, അവിടെ EUROPEAN ആണ്. അപ്പോൾ ആണ് ആദ്യം, പക്ഷെ നമ്മൾ യൂറോപ്യൻ എന്നാണ് പറയുന്നത്. കാരണം സ്വരശബ്ദങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അതായത് ആ മുതൽ അം വരെ, അതായത് ഇപ്പോൾ നമ്മൾ ആ ഇ ഉ ഉ എ ഇങ്ങനെ പറയില്ലേ, ഐ ഒ ഔ അം അ, ഇവിടെ എല്ലാം ഒരു ആ ഓ എ ഇങ്ങനൊരു സൗണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു സൗണ്ട് ഇപ്പം നമ്മൾ യൂറോപ്യൻ എന്ന് പറഞ്ഞു നോക്കുമ്പോൾ എന്ന അക്ഷരം ആ മുതൽ അം വരെ ഉള്ളതിലില്ല അല്ലേ. ഇനി നമുക്ക് HONEST നമ്മൾ ഉച്ചരിക്കുന്നത് ഓണസ്റ്റ് എന്നാണ്, പക്ഷെ അവിടുത്തെ തുടക്കത്തെ അക്ഷരം H ആണ്, അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ആനാണ്. അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കുക, AEIOU എന്ന സ്വരശബ്ദങ്ങൾക്ക്, അതായത് എക്ക് നമ്മൾ ഇക്ക് നമ്മൾ യുവിന് നമ്മൾ ഉ, ഇങ്ങനെ ഒരു ഉച്ചാരണമാണ്. അപ്പോൾ ഈ ശബ്ദങ്ങൾ വരികയാണെങ്കിൽ അവിടെ ആനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ നൗൺ അല്ലെങ്കിൽ നെയിമിങ് വേർഡ് എന്താണെന്നാണ് പഠിച്ചത്. അതുപോലെ തന്നെ എയുടെയും ആൻ്റെയും ഉച്ചാരണങ്ങൾ കൂടി അല്ലെങ്കിൽ അതിൻ്റെ യൂസുകൾ കൂടിയാണ് പഠിച്ചത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇനി നമ്മൾ പോകുന്നത് ഈ നൗണിൽ നിന്ന് തന്നെ തുടങ്ങി പതിയെ മറ്റുള്ള കാര്യങ്ങൾ കൂടി അതിലേക്ക് റിലേറ്റ് ചെയ്ത് കൊണ്ടുവന്നായിരിക്കും നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും എളുപ്പമായിരിക്കും, എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ എ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞ എ ബട്ട്, എ കാർ, എ പോലീസ്മാൻ, എന്താണ് എ പില്ലോ, ഇങ്ങനെ എ ബുക്ക്, എ ടെക്സ്റ്റ്, എ പെൻ, ഇങ്ങനെ പറയും. എന്നാൽ ആൻ വരുമ്പോൾ ആൻ അൽമറ കണ്ടോ, ആൻ ആപ്പിൾ, ഈ വെച്ചിട്ടോ ആൻ എലഫൻറ്റ്, ഐ വെച്ചിട്ടോ ആൻ ഇഗ്ലൂ, ഓക്കെ. ഓ ആണെങ്കിൽ ആൻ ഓറഞ്ച്, യു ആണെങ്കിൽ എന്താണ്, അവിടെ യു എന്ന് പറഞ്ഞ യാ എന്ന പ്രൊനൗൺസിയേഷൻ അല്ല വരേണ്ടത്, അവിടെ യു എന്ന ഉ എന്ന പ്രൊനൗൺസിയേഷനാണ് വരേണ്ടത്. അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്ന എക്സർസൈസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ചുറ്റുമുള്ള ഒരു 10 നൗണുകൾ, അതായത് 10 പേരായ ശബ്ദങ്ങൾ എഴുതുക, 10 നൗണുകൾ, നെയിംസ്. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം നൗണാണ്, ഇംഗ്ലീഷിൽ ഇതിന് പറയുന്ന പേരാണ് നൗൺ. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആൻ ഇപ്പം ഞാനിവിടെ പറയുന്ന വാക്കുകളൊന്ന് ശ്രദ്ധിച്ചേക്കുക. ഓക്കെ, ഡാഷ് ഓൾ, OWL, ഡാഷ് ഓൾ, ഡാഷ് മാംഗോ. അപ്പോൾ ആണോ ആനാണോ എന്ന് ആഡ് ചെയ്യുക. ഡാഷ് വിൻഡോ, ദെൻ ഡാഷ് എയ്റോപ്ലെയിൻ, ഡാഷ് യൂറോപ്യൻ. ശ്രദ്ധിക്കുക, AEIOU ആണെങ്കിലും അവിടെ ശബ്ദങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഡാഷ് ഓണസ്റ്റ് മാൻ, ഡാഷ് ബേബി, ഡാഷ് ബസ്, ഡാഷ് യുണീക്ക് ലോ, ഡാഷ് യെല്ലോ ഫ്ലവർ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിയതിന് ശേഷം ആണോ ആനാണോ എന്ന് എഴുതുക. ഒപ്പം തന്നെ നിങ്ങളുടെ ചുറ്റുമുള്ള എത്രയധികം നൗൺസ് നിങ്ങൾക്ക് തോന്നുന്നു അത്രയും തന്നെ നിങ്ങളത് എഴുതുക. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് ഇതിൻ്റെ ബാക്കിയാണ് പഠിക്കേണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. Thank you for watching. Signing off.